നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം തേടി പോകേണ്ടത് ഇങ്ങനെയുള്ള സദസ്സിലേക്കാണ്, അല്ലാണ്ട് ബാറിലേക്കല്ല, ഷറാബ് അങ്കടിക്കല്ല, കള്ളകഞ്ചാവിന്റെ ഭാഗത്തേക്കല്ല. അള്ളാഹു താല പൊരുത്തപ്പെടാത്ത വഴിയിലൂടെയല്ല നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. പ്രശ്നങ്ങൾ പ്രയാസങ്ങളില്ലാത്തവൻ ലോകത്താര്? ആർക്ക് പ്രശ്നങ്ങളില്ലാത്ത? നിങ്ങൾ വിചാരിച്ച് ഇരിക്കുന്നവരെല്ലാം ചമ്പാപ്പ് പോലെ ഇരിക്കുന്ന കാണുമ്പോ ഓരെല്ലാം ഹാപ്പിന്നാ? ഉള്ളിലൂടെ തളിച്ചോണ്ട് കാപ്പി എല്ലാവരും അല്ല. ഞാനാകുമ്പോ തന്നെ, നിങ്ങളാകുമ്പോ തന്നെ. ഇവിടെ അങ്ങനെ ലോകത്തെല്ലാവരും ഒരു പ്രശ്നവുമില്ലാതെ പ്രയാസമില്ലാതെ കാലാകാലം ജീവിക്കാമെന്നത് ഈ ലോകത്തിന്റെ സ്റ്റൈലല്ല. നല്ലവരായ നബിമാർക്ക് പോലും അല്ലാഹു അത് കൊടുത്തിട്ടില്ല. ഇതൊരു പരീക്ഷണ ലോകമാ, പരീക്ഷണശാലയാ. പ്രത്യേകിച്ച് ഈ ആധുനിക കാലം പരീക്ഷണ കാലമാ. ഇവിടെ എല്ലാവരും പരീക്ഷണങ്ങൾക്ക് വിധേയരാണ്. നല്ലവരെന്നോ ധിക്കാരികളെന്നോ ഏകദൈവ വിശ്വാസികളെന്നോ ബഹുദൈവ വിശ്വാസികളെന്നോ ഔലിയാക്കളെന്നോ പാമര ജനങ്ങളെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഈ ലോകത്തെ പരീക്ഷണത്തിന് വിധേയമാകുന്നവരാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ നേരിടേണ്ടി വരുമ്പോ, രോഗങ്ങൾ നേരിടേണ്ടി വരുമ്പോ, യാതനകളും വേദനകളും നേരിടേണ്ടി വരുമ്പോ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും പതറാൻ പാടില്ല. ഈമാന് കൈവെടിയാൻ പാടില്ല, അക്ഷമ കാണിക്കാൻ പാടില്ല, പൊറുതികേട് കാണിക്കാൻ പാടില്ല, അല്ലാഹനെ പ്രാകാൻ പാടില്ല. അവിടെ ക്ഷമിക്കണേ. പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കണം. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഈമാന്റെ ഭാഗമാണ്. പരീക്ഷണങ്ങളുടെ ലോകത്ത് പരീക്ഷണങ്ങൾക്ക് വിധേയരായി നമ്മൾ അങ്ങനെ കഴിയുമ്പോ ഇവിടെ ഞാനും നിങ്ങളും ചാഞ്ചാടാൻ പാടില്ല, പേടിക്കാൻ പാടില്ല, പതറാൻ പാടില്ല. നമ്മൾ നമുക്ക് എന്തെങ്കിലും രോഗമോ പനിയോ ചെന്നികുത്തോ തലവേദനയോ വന്നെങ്കിൽ പിന്നെ പറയാത്ത ഔലിയാക്കന്മാരും ഉണ്ടാവാല, ഒന്നും ഉണ്ടാവാല. അള്ളാനടക്കം പറയും ചില മനുഷ്യന്മാർ, പഠിച്ചോനി എന്നെയാ കണ്ടു ഞാൻ വന്നിട്ടുണ്ട്, ആകെ ഒരു എല്ലോണം കാറിക്കുന്ന അത്ര 100 ഗ്രാംസ് നന്നെന്തോ ആയിട്ട്. എന്നിട്ട് എല്ലാം മന്ത്രിച്ച തങ്ങൾക്കും പെട്ടു, ഉസ്താദിനും പെട്ടു, ഗുളിക തന്ന ഡോക്ടറിനും പെട്ടു, അള്ളാഹ്ക്ക് പുളി പെട്ടു. ചിരിക്കുന്നെങ്കിൽ ഇവിടുന്ന് ഇപ്പോഴത്തേക്ക് പോകണം. ചിന്തിക്കുക, പറയരുത്, ക്ഷമകേട് കാണിക്കരുത്, നല്ലോണം ക്ഷമയുള്ളവരാകണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലനബുലുവന്നകും മിനൽ ഖൗഫി. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു പേടി തരും, പ്രയാസങ്ങൾ തരും, പാരാത്തങ്ങൾ തരും, കഷ്ടപ്പാടുകൾ തരും, ദുരിതങ്ങൾ തരും, ഭൂകമ്പങ്ങൾ തരും, പ്രളയങ്ങൾ തരും, കൊറോണ തരും, അതുപോലെ തന്നെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഭരണങ്ങൾ തരും. ഇതെല്ലാം ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ്. അങ്ങനെയുള്ള പരീക്ഷണം വരുമ്പോ നമ്മളാരും അല്ലാഹുവിന്റെ ആ പ്രതീക്ഷ കൈവിടരുത്, റഹ്മത്തിന്റെ പ്രതീക്ഷ കൈവിടരുത്. ആ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധം എന്തറിയോ? ക്ഷമ കൈകൊള്ളുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ തടിക്ക് രോഗം തന്നിട്ട്, കഷ്ടപ്പാടുകൾ തന്നിട്ട്, തീർത്താൽ തീരാത്ത കടങ്ങൾ തന്നിട്ട്, നിങ്ങളെ കച്ചവട ബിസിനസ്സുകളെല്ലാം പൊട്ടിപ്പാളിസായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അത് ഈ ലോകത്തിന്റെ സ്റ്റൈലാണ്, പരീക്ഷണശാലയാണിത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, പടച്ചിറപ്പ് പറയുന്നു, പതറരുത് നിങ്ങള്, പേടിക്കരുത് നിങ്ങള്, അല്ലാഹനെ കൈവിടരുത്. ഉപശ്ശിരി സ്വാബിരീൻ. നിങ്ങൾ ക്ഷമ കൈകൊള്ളണോ? മക്കൾ മരണപ്പെട്ടു പോയാൽ, ദുരന്തങ്ങൾ ഉണ്ടായാൽ, കച്ചവടങ്ങൾ തകർന്നു പോയാൽ, കാശുകളൊക്കെയും കട്ടുകൊണ്ടുപോയാൽ, കിണറിലെ വെള്ളം ഒറ്റിപ്പോയാൽ, ഷുഗർ പ്രഷറിന് അടിമയായാൽ, ഏത് നിലക്കുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായാലും ഉപശ്ശേരി സ്വാബിരീൻ. അവിടെ ക്ഷമയുള്ളവർക്ക് സന്തോഷ വൃത്താന്തമുണ്ട്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, അല്ലദീന ഇദാ സാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യഥാർത്ഥ മുഅ്മിനീങ്ങള്, നല്ലവരായ മുഅ്മിനീങ്ങള്, അവർ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, പരീക്ഷണങ്ങൾ നേരിടുമ്പോ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ പറയേണ്ട ഒരു വാക്കാണ്. ഞാൻ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ അന്തം വിട്ടോണ്ട, ഇയാൾക്ക് എന്താ വിഷയം അറിയാം. നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമാണ് ശംസുൽ മതങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ വിയോഗം, അവരുടെ മരണം, അവരുടെ ഇല്ലായ്മ. നല്ലവർ കാലങ്ങൾക്ക് മുമ്പേ കാലഗതി അടിഞ്ഞു പോകുന്ന എന്നത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രയാസം. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരുമ്പോ നമ്മളവിടെ
താളും കയ്യും വിടാൻ പാടില്ല, നമ്മൾ ആശ മുറിയാൻ പാടില്ല, നമ്മൾ വെപ്രാളപ്പെടാൻ പാടില്ല. നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ടുള്ള പറയുകയാണ് ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അങ്ങനെ ക്ഷമ കൈകൊള്ളുന്നവർക്ക്, പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ വിധിയാണെന്ന് ഓർത്ത് മിണ്ടാതിരിക്കുന്നവർക്ക്, എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച മൗനിയായി ക്ഷമ കൈകൊള്ളുന്നവർക്ക്, അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവർക്ക്, കൂടുതൽ ഈമാനോടെ റബ്ബിലേക്ക് അടുക്കുന്നവർക്ക്, സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്, പടച്ച റബ്ബിന്റെ അനുഗ്രഹമുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സത്യത്തിൽ സന്മാർഗം ലഭിച്ചവര്, അവരാണ് സത്യത്തിൽ സന്മാർഗം ലഭിച്ചവര്. പരീക്ഷണങ്ങളില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ, ഞെരുക്കങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, യാതനകളും വേദനകളും ഇല്ലാതെ ഈ ലോകത്ത് അങ്ങനെ കഴിയാമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. മുൻഗാമികളായ നല്ലവരായ നബിമാർ, മുഅ്മിനീങ്ങൾ, അവർക്ക് വന്ന പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടാതെ നിങ്ങൾ സ്വർഗ്ഗത്തിലെ കടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് താക്കീത് ചെയ്യുകയാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. ശുദ്ധ ഖുർആനാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. നിങ്ങൾക്ക് മുൻകാലത്ത് കഴിഞ്ഞു പോയ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെ പോലെയുള്ളത്, കഷ്ടപ്പാടുകളെ പോലെയുള്ളത്, ദുഃഖങ്ങളെ പോലെയുള്ള ദുഃഖങ്ങൾ, അതുപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങളും നേരിടാതെ, അവിടെ നിങ്ങൾ ക്ഷമ കൈകൊള്ളാതെ, അവിടെയെല്ലാം അല്ലാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരായി അടുക്കാതെ സ്വർഗ്ഗത്തിൽ കടക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ. കഴിഞ്ഞ കാലത്ത് ജീവിച്ചു പോയ നല്ലവരായ ആ ജനങ്ങൾക്ക് പ്രയാസങ്ങള്, പ്രതിബന്ധങ്ങള്, പ്രതിസന്ധികള്, കഷ്ടപ്പാടുകള്, ദുഃഖങ്ങള്, ദുരിതങ്ങള് ധാരാളം ഏൽക്കേണ്ടി വന്നു. ആ മഹാന്മാർ ഏറ്റെടുക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആ നല്ല കാലത്ത് കഴിഞ്ഞു പോയ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അതനുഭവിക്കാതെ ഈസിയായി സ്വർഗ്ഗത്തിൽ കിടക്കാമെന്ന് ഒരിക്കലും നിങ്ങളെ കരുതേണ്ടതേയില്ല. ആ പ്രയാസങ്ങൾ നമ്മളും അനുഭവിക്കേണ്ടി വരും. എന്നിട്ടല്ല പറയുന്നുണ്ട്, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കുന്നത് നിങ്ങളെ ഈമാനും ഒന്നും കൂടി അതിന്റെ കാറ്റഗറി നോക്കാനാണ്. ഏതുപോലെ ഇരുമ്പിനെ ചൂടാക്കിയിട്ട് ഒന്നും കൂടി അതിനെ ഉഷാറാക്കുന്നത്, അതിന് നല്ല മൂർച്ചയുണ്ടാക്കാൻ, അതിന് നല്ല തിളക്കവും വെളിച്ചവും ഉണ്ടാക്കാൻ, അതിന് നല്ല മട്ടം പോലെയുള്ള ഒരു ആയുധമാക്കാൻ, എല്ലാ നിലക്കുമുള്ള ഒരു തിളക്കം അതിനുണ്ടാകാൻ, ഇരുമ്പിനെ നമ്മളെ ചൂടാക്കി എടുക്കുന്നത് പോലെ അല്ലാഹു പരീക്ഷണങ്ങൾ തന്നിട്ട് നമ്മളെ ചൂടാക്കുകയാണ്. നമുക്കെന്ത് പരീക്ഷണമുള്ള? നമ്മളെ പരീക്ഷണം കൊണ്ടില്ല എന്നല്ല, എന്നാലും മുൻകാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാർക്കുണ്ടായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളെ പോലെയുള്ള പരീക്ഷണങ്ങൾ നമുക്കുണ്ടായോ? ഇല്ല. അവരെ പോലെയുള്ള കഷ്ടപ്പാടുകളൊന്നും നമുക്ക് വന്നിട്ടേ ഇല്ല. ഒരിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും നമുക്ക് നേരിടേണ്ടി വന്നിട്ടേ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടേ ഇല്ല. പറയാൻ കഴിയും നിങ്ങൾക്ക്? മുമ്പ് ഏറെ പറയാനുള്ളത് കുറച്ച് കടമുണ്ട്, പിന്നെ എപ്പോ നോക്കിയെങ്കിൽ ഷുഗർ, പ്രഷർ. ഇതാണ് നമ്മുടെ പ്രശ്നം. സത്യത്തിൽ മുൻകാലത്ത് കഴിഞ്ഞു പോയ ആൾക്കാരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളോ, അവർക്കല്ല രോഗം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, നിങ്ങൾ പെട്ടെന്നില്ല, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരാ അയ്യൂബ്? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമ, നന്ദിയുള്ള അടിമ, എല്ലാം കൊണ്ടും എന്നിലേക്ക് അടുത്ത ഏറ്റവും നല്ല അടിമ. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബി അലൈഹിസ്സലാമാണ്. ആ അയ്യൂബ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് 18 കൊല്ലത്തോളം മാരകമായ രോഗത്തിനടിമയായി. അപ്പോഴൊന്നും ആ മഹാനക്ഷമ കാണിച്ചില്ല, പൊറുതികേട് കാണിച്ചില്ല, വെപ്രാളപ്പെട്ടില്ല, അള്ളാനെ കുറ്റം പറഞ്ഞില്ല. ക്ഷമിച്ചോ, ധാരാളം ക്ഷമിച്ചോ, എല്ലാം സഹിച്ചോ. എന്നിട്ടും അല്ലാഹുവിലേക്ക് ആ മഹാൻ ഫിക്റിലൂടെ എടുത്തു. 18 കൊല്ലത്തോളം മാരകമായ രോഗമാണ്. എല്ലിന്റെയും ഇറച്ചിന്റെയും ഇടയിൽ നിന്ന് വേദന വരുന്ന രോഗം, മുള്ളിന്റെയും ഇറച്ചിന്റെയും ഇടയിൽ നിന്ന് കടച്ചിലുണ്ടാകുന്ന രോഗം. 1 കൊല്ലമല്ല, 2 അല്ല, 3 അല്ല, 18 കൊല്ലത്തോളം ആ മഹാനെല്ലാം സഹിച്ചോ. വന്നവരോടും പോയവരോടും കണ്ടവരോടും ആരോടും പരിഭവം പറഞ്ഞില്ല, വേദനകൾ പങ്കുവെച്ചില്ല. ഞമ്മ ഫോണാക്കിട്ടിയല്ലോ, ഹലോ സുബൈ കണിച്ചിട്ട്, ഹലോ എന്താ നീ എണിച്ചിട്ടേ എഞ്ചിന് എന്തില്ല, ഇന്ന് ഷുഗർ 210 കണ്ട. ഓൻ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലും. ഓൻ ബിൽഡിന്റെ റേറ്റ് ചെല്ലിയ പോലെ, കൊപ്പറിന്റെ വില ചെല്ലിയ പോലെ, ഷുഗർ ഇത്തര, പ്രഷർ ഇത്തര. ഒന്നും 4 ആളോട് വിളിച്ചു പറയേണ്ട കാര്യമല്ല. സത്യത്തിൽ അതൊരു പരീക്ഷണമാണ്. അവിടെ ക്ഷമ കൊള്ളുക, അവിടെ ദ്വാരക്കാൻ വേണ്ടി പറയാം. ഞമ്മ ദ്വാരക്കുന്നല്ലോ. ഇന്ന് ചില മനുഷ്യന്മാർക്ക് ഷുഗർ, പ്രഷർ ഉണ്ട്, ചിലപ്പോൾ അവർക്ക് ഒരു അഭിമാനം, വലിയ പൈസക്കാരനായ പോലെ, എനക്ക് 350, എനക്ക് 210.
ഷുഗർ പ്രഷറെ അത് ചിലർക്ക് അഭിമാനിക്കേണ്ട വിഷയം. അത് സത്യത്തിൽ അതൊരു രോഗമല്ലേ, അതൊരു മാരകമായ രോഗമല്ലേ, പ്രത്യേകിച്ച് അതൊരു മാറാവ്യാധിയല്ലേ. എത്ര കണ്ട ആ രോഗത്തെ മറച്ചു വെച്ച് അള്ളാഹിനോട് ദ്വാരക്കണം, നല്ലവരോട് ദ്വാരപ്പിക്കണം. നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഞാൻ അതിന്റെ വലിയ പോലീസിൽ എടുത്തിരിക്കുന്നു, എനക്ക് 210, കഴിഞ്ഞ ആഴ്ച 310. എന്ത് ഇത് വെള്ളിന്റെ ഇരട്ടിയാണ്, 5 വിലയെന്ന്. അങ്ങനെ വന്നവരോടും കണ്ടവരോടൊന്നും പരാതിയുടെ പാണ്ഡം അടിക്കാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം നോക്കൂ, നിങ്ങൾ ഒരാളോടും പരാതിപ്പെട്ടില്ല. നമ്മ ഒരു ചെറിയൊരു വള്ളക്കടച്ചിൽ തുടങ്ങിയെങ്കിലും ഒരു വല്ലതും തുടങ്ങിയെങ്കിലും റഹ്മാനായ റബ്ബേ ഫുത്തൂറുണ്ട് എല്ലാ റോട്ടിലും ഞമ്മ വാങ്ങിട്ടെ വല്ലമ്പലം ഓൻ ചെന്നാ വിചാരിക്കണോ ഓന്റെ എല്ലാം പോയി ഒറ്റ പോയി ആര് വല്ലമ്പലം. സംഗതി നേറന്നെ, സീരിയസ് തന്നെയാണ്, വേദനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ പൊറുതികേട് കാണിക്കരുത്. ക്ഷമ അത് ഈമാനിന്റെ പകുതിയാണ്. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ബാക്കി പകുതി മറ്റു നിസ്കാരം ഇബാദത്ത് കാര്യങ്ങളാണ്. ക്ഷമയുണ്ടോ നിന്റെ ഈമാന് പകുതിയായി. ക്ഷമയില്ലേ നിനക്ക് ഈമാനില്ല. എല്ലാവരും നല്ലവരായ അടിമയാണെന്ന് പടച്ചറബ് സാക്ഷ്യം പറഞ്ഞ ഏറ്റവും നല്ല അടിമ അയ്യൂബ് നബിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആ മഹാനായ പ്രവാചകന് മാരകമായ രോഗം പിടിപെട്ടു. പക്ഷേ ഒരാളോടും പരാതി പറഞ്ഞില്ല. പടച്ചോനോട് പോലും ആ മഹാൻ സുഖാക്കണേ എന്ന് ദുആയിരുന്നിട്ടില്ല. രോഗം അനുഗ്രഹമാണ്, അതോടൊപ്പം രോഗം ഒരു ശാപവുമാണ്. ഇപ്പൊ ഒരാൾക്കൊരു പനി വന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾക്കൊരു പനി പിടിപെട്ടാൽ അയാൾ ആ പനി കാരണം അയാളെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അപ്പൊ ഉസ്താദ് മരുന്നൊന്നും കൊടുക്കണ്ടേ? മരുന്നെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആംബുലൻസിലേക്ക് കൊടുക്കേണ്ടി വരും. പാപം മാത്രം പൊറുക്കുന്നതല്ല, മരുന്നെടുക്കണം. നമ്മളതിന് പ്രതിവിധി കാണണം. പക്ഷെ അങ്ങനെ വന്നാൽ അതിന് പ്രതിവിധി കാണണം. അങ്ങനെ വന്നാൽ ആ വരവ് കൊണ്ട് നിനക്ക് പരലോകത്ത് ഗുണമുണ്ട്. പൊറുതികേട് കാണിക്കണ്ട, അക്ഷമ കാണിക്കണ്ട, അള്ളാനെ കുറ്റപ്പെടുത്തണ്ട. നിന്റെ രോഗങ്ങളെ കൊണ്ട് നിന്റെ പാപങ്ങളല്ല പൊറുക്കുന്നു. നിന്റെ രോഗങ്ങളെ കൊണ്ട് അല്ലാഹു പരലോക പദവി ഉയർത്തുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് അല്ലാഹു തആല ഉന്നതമായ പദവി കണക്കാക്കി, പക്ഷേ അത് കൊടുക്കാൻ അയാൾക്ക് യോഗ്യതയില്ല. അത് വാങ്ങാനുള്ള ഒരു അർഹത യോഗ്യത അയാൾക്കില്ല. അയാളിൽ അമലില്ല. പടച്ചോന്റെ ലിസ്റ്റിലാണെങ്കിലോ അയാൾക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ പദവിയുണ്ട്, പക്ഷെ അയാളിൽ അമലില്ല. അമലില്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ആ പദവി കൊടുക്കണ്ടേ, ആ സ്ഥാനമല്ല കൊടുക്കണ്ടേ. അപ്പൊ അല്ല എന്ത് ചെയ്യും അറിയോ? നബി തങ്ങൾ പറയുകയാണ്, അമലില്ലാത്ത ആ മനുഷ്യന് ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കാൻ, ഉന്നതമായ പദവി അയാൾക്ക് കിട്ടാൻ ആ മനുഷ്യനിക്ക് അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കും, രോഗങ്ങൾ കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിലൂടെ അയാളെ ക്ഷമ കൈകൊണ്ടാൽ ആർക്കുമില്ലാത്ത ഉന്നതമായ ദർജയിലേക്ക് അല്ലാഹു അയാളെ ഉയർത്തും കേട്ടോ. ഷഫീഉൽ വറാ റസൂലുള്ളാഹ് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞല്ലോ, ഒരാളോടും പരാതി പറഞ്ഞില്ല, പടച്ചോനോട് പോലും പറഞ്ഞില്ല എനിക്ക് രോഗമുണ്ട് മാറ്റണേ എന്നത് വാരുന്നില്ല. ക്ഷമിച്ചോ, സഹിച്ചോ. അങ്ങനെ ഇരുന്ന് 18 കൊല്ലമാവാരായപ്പോ മഹാന്റെ നാവിലേക്കും കൽബിലേക്കും രോഗമെത്തി, വേദനയെത്തി. അതുവരെ നാവിന് രോഗമില്ലായിരുന്നു, കൽബിന് പ്രശ്നങ്ങളില്ലായിരുന്നു. കൽബിലേക്കും നാവിലേക്കും രോഗമെത്തിയപ്പോ ആ മഹാൻ അല്ലാഹുവോട് ഒരു വാക്ക് പറഞ്ഞു, റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, എനിക്ക് നല്ലോണം പ്രയാസങ്ങൾ നീ തന്നിട്ടുണ്ട്, പരാതിയില്ല. പരാതിയില്ല, പരിഭവം പറയുന്നില്ല. എന്നാലും റബ്ബേ, എന്റെ നാവിന് രോഗമെത്തിയല്ല. നിനക്ക് ദിക്ർ ചെല്ലുന്ന നാവ്, നിന്നെ ഓർക്കുന്ന എന്റെ കൽബ്, ഇവിടത്തേക്ക് രോഗമെത്തി റബ്ബേ. അതുകൊണ്ട് നീ വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാനാണ്, നീ കരുണക്കടലാണ് എന്നാ മഹാൻ പറഞ്ഞിട്ടേയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ക്ഷമിച്ചതിന്റെ പേരിൽ ആ മഹാന്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു സുഖപ്പെടുത്തുന്നു. മഹാൻ അല്ലാഹു പൂർവോപരി ചന്തവും ആരോഗ്യവും തിരിച്ചു കൊടുക്കുന്നു. മഹാൻ നടന്നു പോകുമ്പോ രോഗിയായ ആ മഹാൻ, വേദന കൊണ്ട് പൊളയുന്ന ആ മഹാൻ ഒരു ദിവസം നടന്നു പോകുമ്പോ കാല് കൊണ്ടൊന്ന് വേദന കൊണ്ട് ചവിട്ടിയപ്പോ, വേദന സഹിക്കവയ്യാത്ത സമയത്ത് അറിയാതെ കണ്ടൊന്ന് കാലൊന്ന് കൊട്ടിയപ്പോ ആ ഭാഗത്ത് നിന്ന് വെള്ളം പൊട്ടുകയാണ്, ഭൂമിയിൽ നിന്ന് വെള്ളം നിർഗളിക്കുകയാണ്. ആ വെള്ളമൊന്ന് കുടിച്ചപ്പോ, ആ വെള്ളത്തിലൊന്ന് മുഖം കഴുകിയപ്പോ, ആ വെള്ളത്തിലൊന്ന് കുളിച്ചപ്പോ അയ്യൂബ് നബിന്റെ രോഗം മാറി.
ഞാനിത് പറഞ്ഞത് മഹാന്മാർക്ക് പോലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓപ്പറേറ്ററിനെ കാണുന്നില്ല. ഇതിന് സൗണ്ട് കൂട്ടിയ ഇത് സ്വല്പ സൗണ്ട് കൂടി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബിയാണ്, മുഹദ്ദിസാണ്, റാവിയാണ്, ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. സുബ്ഹാനല്ലാഹ്, മഹാൻ രോഗിയായി കിടപ്പിലായി. എത്ര കൊല്ലം അറിയാ? നീണ്ട 17 കൊല്ലത്തോളം. 17 കൊല്ലത്തോളം. ആര് 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 നീ വ്യാപ്തി പ്രദേശത്ത് എന്താ ഉറക്കിത്തീരി? ആര് പറയ്? ഇത് ദീന് വയലാണ് ഈ പറയണ, അല്ലാണ്ട് സരിഗമരാമ പാടുന്നതല്ല. ഇത് ഡേ നൈറ്റ് മാച്ച് അല്ല നടക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ട പാടാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സംഭവമാണ്. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിങ്ങനെ വായും വളർന്നിരുന്നിട്ട് ഇങ്ങനെ കേട്ടിട്ട് പോയാൽ പോരാ. നിങ്ങൾ എന്റെ കൂടെ വേണം. ആരാ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ സഹാബിയാണ്. കലശലായ രോഗം പിടിപെട്ടു. എന്തറിയോ ആ രോഗം? മൂലക്കുരുവിന്റെ രോഗമാണ്. പിന്തുവാരത്തുകൂടി ചോരങ്ങനെ ഗളകളാതൊഴുകുകയാണ്. 17 കൊല്ലത്തോളം ഒറ്റ കിടപ്പിലാണ്. താൻ കിടക്കുന്ന കട്ടിലില്ലേ, ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ കട്ടില്, ആ കട്ടിലിന്റെ നടുവിലതാ ഒരു ഓട്ടയുണ്ടാക്കിയിട്ടുണ്ട്. മഹാൻ കിടക്കുന്ന മഹാനരുടെ പിന്തുവാരത്തിന്റെ ഭാഗത്ത് കട്ടിലിൽ ഒരു ഓട്ടയുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ കിടത്തത്തിൽ കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, മഹാനരുടെ പിന്തുവാരത്തിൽ നിന്ന് രക്തമങ്ങനെ ഒഴുകുന്നു, നീരുരവ പോലെ. രാപ്പകലില്ലാതെ സദാ നേരവും അങ്ങനെ ചോര പോവുകയാണ്. ആ ചോരയതാ അടിയിലുള്ള തഷ്ടില് പാത്രത്തില് ശേഖരിക്കുന്നു. അത് വേണ്ടപ്പെട്ട കുടുംബക്കാർ കൊണ്ടുപോയിട്ട് പുറത്തു കളയുന്നു, മറ്റൊരു പാത്രം വെക്കുന്നു. ഇങ്ങനെ ശരീരത്തിന്റെ രോഗം പോകുന്ന ഒരവസ്ഥയിലായി നീണ്ട 18 കൊല്ലത്തോളം ആ മഹാന് കിടന്നത്. ഒരവസരം മഹാനരുടെ അടുക്കലേക്ക് നബി തങ്ങളെ കാണാൻ വേണ്ടി വരികയാ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെ വന്നിട്ട് കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, യാ ഇമ്രാന് എങ്ങനെയുണ്ട്? ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറഞ്ഞു, നബിയേ സഹിക്കുന്നില്ല നബിയേ, താങ്ങാവുന്നതിലും അപ്പുറമാ നബിയേ, ബലഹീനനല്ല നബിയേ, സാധുവല്ല നബിയേ, ഒന്ന് ദുആരക്കണേ നബിയേ. എന്റെ രോഗം മാറാൻ, എന്റെ വേദന മാറാൻ, എന്റെ ഈ കിടത്തമൊന്നു മാറാൻ എനിക്ക് വേണ്ടി ഒന്ന് ദുആരക്കണേ എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ശരി ഞാൻ ദുആരക്കാം, നിന്റെ രോഗം ഇപ്പൊ മാറും. കാരണം എന്തേ ആര് ദുആരക്കുന്നേ? ഞാനല്ല, നിങ്ങളല്ല. ഞമ്മ ദുആരന്നിട്ട് ഉത്തരം കിട്ടിയിട്ടേ ഇല്ല. ഉറപ്പല്ലേ? ഉത്തരം കിട്ടാത്തണ്ടറിയോ? അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ്. നമുക്ക് ഈ ശല്യം അതും പാൺപറാകും വെച്ചിട്ട് പഠിച്ചോനെ എന്നെ നന്നാക്കാൻ ചെല്ലെങ്കിൽ മുന്നേ ഇനി എറിഞ്ഞിട്ട് ഇതുവരക്ക് പിന്നല്ല നന്നാക്കണ്ട. ചുണ്ടിന്റെ ഇടയിൽ വെച്ചിട്ട് പഠിച്ചറബേ, എന്ത് പഠിച്ചറബേ? നിസ്കാരമില്ല, ഓത്തുമില്ല, ദിക്റുമില്ല, മഹാന്മാരുടെ മൗലിദുമില്ല, ശംസുൽ മതങ്ങൾക്ക് ഫാത്തിഹയില്ല, ഒന്നുമില്ല. ഇനി ശംസുൽ ഉലമാന്റെ മൗലിദിന് പാഞ്ചില്ല, അത് പാർട്ടിയല്ലേ? മൗലിദിനും പാർട്ടി. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഞാൻ എന്നോട് ഒരാൾ ഓണാക്കി വെച്ച്, ഞാൻ പൈസ എത്ര വേണം കൊടുക്കാം, ഞാൻ വരുന്നില്ല, പരിപാടിക്ക് വരുന്നില്ല, ഞാൻ പൈസ എത്ര വേണം കൊടുക്കാം. എന്ത് വരുന്നില്ല? അത് പാർട്ടി പരിപാടിയല്ലേ, നിന്റെ പൈസ ആർക്ക് വേണം? എന്ത് പാർട്ടി? മഹാന്മാർക്ക് എന്ത് പാർട്ടി? ആരാ ശംസുൽ ഉലമ? എത്ര വാഴ്ത്തിയാലും ആ മഹാന്റെ പവർ തീരുമോ? എത്ര പറഞ്ഞാലും ആ മഹാന്റെ സ്ഥാനം എണ്ണാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്. കണ്ട ആലിമീങ്ങളായ ആലിമീങ്ങളുടെ എല്ലാം, ഔലിയാക്കളായ ഔലിയാക്കളുടെ എല്ലാം ഉസ്താദായിരുന്നു മഹാൻ. അല്ലേ? മടവൂർ ഔലിയാന്റെ ഉസ്താദാണ്. ഒലിയുള്ളാഹി അരിമ്പ്ര തങ്ങളുടെ ഉസ്താദാണ്. ഒലിയുള്ളാഹി കാക്ക ഉമർ മുസ്ലിയാരുടെ ഉസ്താദാണ്. 19,000-ൽ പരം വരുന്ന ഔലിയാക്കന്മാരുടെ ഉസ്താദാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ. 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ. മുജദ്ദിദയിലെങ്കില് ഓരോ ശതകം കൂടുമ്പോ, ഓരോ 100 വർഷം കൂടുമ്പോ, ഓരോ നൂറ്റാണ്ട് കൂടുമ്പോ ലോക മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകാൻ, അവർ ആത്മീയമായ രീതിയിൽ ഒന്ന് തജ്ദീദ് ചെയ്യാൻ, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് അവരൊന്ന് തർബിയത്ത് നടത്താൻ, അവർക്ക് ധൈര്യവും സ്ഥൈര്യവും പകരാൻ ഓരോ നൂറ്റാണ്ടിലും ഒരു മഹാനെ അല്ലാഹു തിരഞ്ഞെടുക്കും. അത് എല്ലാ നൂറ്റാണ്ടിലും ഉണ്ടായി.
മഹാനായ ഇമാം ഷാഫി തങ്ങൾ ഒരു മുജദ്ദിദാണ്, ഒരു നൂറ്റാണ്ടിന്റെ 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഭാഷ മനസ്സിലായില്ലേ? എനിക്ക് പ്രസംഗം എന്റെ ഭാഷ മനസ്സിലായിട്ടേ? നിങ്ങളെ ഭാഷ ഏത്? നിങ്ങളെ ഭാഷ നക്ക് നിൽക്കുക, ഇംഗ്ലീഷാ, ഹിന്ദിയാ, ഏത്? അല്ല, ഭാഷ ഒരു പ്രശ്നമല്ല. ഭാഷ തിരിഞ്ഞില്ലെങ്കിൽ പോയി. ഭാഷ മുന്നേ മനസ്സിലാണ്. ഞാൻ മുന്നേ നടയിലെ മാതിരി ഒരു ചങ്ങായി ബസ്സിൽ കോയിനെ പിടിച്ചിട്ട് കയറിയിട്ട് പോയിട്ടാകുമ്പോ എടക്കോ ഒരു ചങ്ങായി ബസ്സിൽ കോയിനും എടുത്തോണ്ട് പോകുന്നല്ലോ. കോയി അവന് ഈ മറ്റേ കോയി കിട്ടിയിട്ട് അങ്ങനെ മറ്റേ നാടൻ കോയി എടുത്തോണ്ട് പോകുന്നായിരുന്നു വീക്കൊണ്ട് കയറിയപ്പോടെ എന്തോ ചനിക്കെന്തോ ഫസ്റ്റ് തന്നെ കണ്ടിട്ട് തന്നെ കണ്ടിട്ട് പോവാനെ ടിക്കറ്റിന് കയറിയ പാട് അവനോട് കേട്ടോലോ. അയാളെ കണ്ടക്ടർ തമാശക്കാരനുമാണ്, ഇയാൾ ഇടക്കിടക്ക് തമാശ പറയുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ടർ അയാളോട് കേട്ടോലോ, വേറെ ആരും കോയും. അപ്പൊ ഈ ചങ്ങായി പറഞ്ഞല്ലോ, വേറെ ആരോ കോയി അല്ല, എന്റെ കോയും. ചങ്ങായിക്ക് ഭാഷ മനസ്സിലായിട്ടാ. ഇപ്പൊ നിങ്ങൾ ചിരിക്കട്ടെ, നിങ്ങൾക്കും തിരിഞ്ഞിട്ടാന്ന് തോന്നുന്നു എന്റെ ഭാഷ. നിങ്ങൊന്നും മുണ്ടുന്നുമില്ല. ഇമാം ഗസ്സാലി 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ, എന്നാൽ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. പണ്ഡിത ലോകം വാട്ടി പറഞ്ഞ മുജദ്ദിദാണെന്ന് പണ്ഡിത ലോകം സാക്ഷ്യപ്പെടുത്തിയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ആലിമുൽ ആലം ലോക പണ്ഡിതരെന്ന് അറബ് ലോകം വാട്ടി പറഞ്ഞ മഹാൻ ശംസുൽ ഉലമാ എന്ന പരാഭിനാമത്തിൽ വിശ്രുതരായ മഹാൻ നീണ്ട 4 പതിറ്റാണ്ട് കാലം 40 വർഷത്തിലേറെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത സഭക്ക്, ആ മഹത്തായ പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകിയ മഹാൻ, എല്ലാവരുടെയും ഗുരുവര്യരായ മഹാൻ, ജീവിതകാലത്തും മരണശേഷവും എണ്ണിയാൽ തീരാത്ത കറാമത്ത് കാട്ടിയ മഹാൻ, ഇന്നും നമ്മളെ നിയന്ത്രിക്കുന്ന മഹാൻ ശൈഖുനാ ശംസുൽ ഉലമാ. ആ മഹാന്റെ പേരിലുള്ള മജ്ലിസാണിത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നല്ല ഉന്മേഷത്തിലിരുന്നോ. അവർ ഇത് കാണുന്നുണ്ട്. അവർ ഇത് പുതിയങ്ങാടി കടപ്പുറത്തുള്ള മഖബറയിലാണ്, മുല്ലക്കോയ തങ്ങളുടെ കാഴ്ചവട്ടിലാണ് മഹാനന്ദി ഉറങ്ങുന്നതെങ്കിലും ഇതെല്ലാം അവർ കാണുന്നു. മഹാന്മാർക്ക് അങ്ങനെയുള്ളൊരു പ്രത്യേകമായ ശക്തി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അല്ല ഉസ്താദ്, ദൂരത്തതല്ല ഓർ കാണോ? എന്റെ ദൂരത്ത് നീ കാണുന്നില്ല, 5 നേരം നിസ്കരിക്കാത്ത നീ കാണുന്നില്ല, പിന്നെ ഓർ കാണുന്നതിന് പിന്നെ ഡൗട്ട് നിങ്ങൾക്ക്? ഞാൻ ദൂരത്തെ കാണുന്നില്ലല്ലേ? ആരില്ല കഴിഞ്ഞാൽ 2020 ഫൈനൽ നീ കണ്ടിട്ട് എന്താ നിന്റെ പറ്റ ജാലേ നടന്നത്? അല്ല ഉസ്താദേ, അത് മൊബൈലിലല്ലേ, അത് ആയില്ലല്ലേ, അത് വാച്ച് സ്റ്റാറിലല്ലേ? എന്ത് സ്റ്റാറിലാണ് നീ കണ്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവ് ചില മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നല്ലേ എന്റെ അർത്ഥം. എന്നാൽ അള്ളാഹുവിന്റെ മഹാന്മാർക്ക് അതിനേക്കാളും അപ്പുറമുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈനൊന്നും ഇയാൾക്ക് സംശയമില്ല. സംശയം ചൗടെ ഔലിയാക്കന്മാരുടെ വിഷയത്തില്, സ്വാലിഹീങ്ങളുടെ വിഷയത്തില്, മന്ത്രിക്കുന്ന വിഷയത്തില്, മന്ത്രിച്ചിട്ട് ഊതുന്ന വിഷയത്തില്. മന്ത്രിച്ചിട്ട് ഊതിയ ആളെ നമ്മൾ നോക്കണ്ട, മന്ത്രിച്ച് ഊതാമെന്ന് നോക്കിയെങ്കിൽ മതി. മനസ്സിലായിട്ട? ഇപ്പൊ ലഫ്ലംബിലഫ്ല ആൾക്ക് ചെയ്യുന്നില്ല, നാളെ വാട്സപ്പ് ക്ലിപ്പും വരും. അവന് ആളെ നോക്കിയിട്ട് അങ്ങനെ ചേടാക്കാൻ കണ്ട. മന്ത്രിക്കുക എന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. മന്ത്രിച്ച് ഊതുക എന്നതും അനുവദിച്ച കാര്യമാണ്. അത് സുന്നത്താണ്, മഹാന്മാരുടെ നടപടിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധവേളയില് ഭക്ഷണത്തിലേക്ക് മന്ത്രിച്ച് ഊതുകയുണ്ടായി എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. അത് മഹാനായ ശംസുൽ ഉലമ ചെയ്ത ഏർപ്പാട് തന്നെയാണ്. അത് സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച കാര്യമാണ്. മന്ത്രിക്കലുണ്ട്, മന്ത്രിച്ച് ഊതലുണ്ട്. ഞങ്ങൾ ഊതണമെന്ന് മാത്രമേ ചെല്ല അറിയാം. എനിക്ക് അയാളെ എക്കോ കുറച്ച് കുറക്കാൻ ചെല്ലി. എക്കോ സൗണ്ട് അല്ല, എക്കോ. അയാളെ ബട്ടൺ മാറിപ്പോണ്ടേ. മന്ത്രിച്ച് ഊതണമെന്ന് മാത്രമേ ഞമ്മ പറഞ്ഞിട്ടുള്ളൂ. മന്ത്രിക്കണം, മന്ത്രിച്ച് ഊതണം. എല്ലാവരും ഊതാൻ പോയിട്ടുണ്ടാ? ഊതുന്നവരെ ഊതാൻ പറ്റൂ? അങ്ങനെ ഉണ്ട്. ഞാനും ഊതിനേറ്റ് ഊതി നടക്കും ഓന്റെ കാറ്റ് പോടെ. മുസ്ലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനായിട്ട് വന്നത്രേ. മുസ്ലിമത്തുൽ കദ്ദാബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മണ്ണിന്റെ മക്കൾ വാദവുമായിട്ട് കടന്നു വന്ന ആളാണ് മുസ്ലിമത്തുൽ കദ്ദാബ്. മണ്ണിന്റെ മക്കൾ വാദം, ദേവഗൗഡന്റെ വാദം. അതായത് അറബികൾക്ക് മുഹമ്മദ് നബി, അനറബികൾക്ക് ഞാൻ നബി. ഇങ്കയാൻ അങ്കാർ. അയാൾ മണ്ണിന്റെ മക്കൾ വാദവുമായിട്ട് കടന്നു വന്നു. ആര്? മുസൈലിമത്തുൽ കദ്ദാബ് റളിയല്ലാഹു ലഅനത്തുല്ലാഹി അലൈഹി. അവനെതിരെ ഇസ്ലാമിക ഭരണത്തെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ പോരാടി യുദ്ധം ചെയ്തോ. ഇതിന്റെ ചരിത്രമാണ്. ആ ചങ്ങായി വന്നിട്ട് നബി എന്ന് പറഞ്ഞിട്ടാകുമ്പോ എല്ലാരൊക്കെയും കൂടാൻ ആളുണ്ടല്ലേ, അതല്ല അത്ഭുതം. ഏത് പൊട്ടം വന്നിട്ട് എന്ത് ജില്ലെങ്കിലും ഓന്റെ ഒക്കെ 4 ആളുണ്ടാവുമല്ലോ. ഇനി ഞാനൊരു ഔലിയാണ്, എനിക്ക് കറാമത്തുണ്ട്, ഞാൻ ചെറിയ ആളൊന്നും അല്ല, ഞാൻ 4 മൂലൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ എന്റെ കയ്യും കാളും നക്കനും മുത്തലും എത്ര ആള്? അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏതിന്റെ ബാക്കുന്ന ആളുണ്ടാവും. ഈ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ബാക്കുന്ന ഒരാൾ, ഇഷ്ടം പോലെ ആൾ. അപ്പൊ അവനോട് പിന്നെ മുസൈലിമത്തുൽ കദ്ദാബിനോട് ആര് ചോദിച്ചല്ലോ, കുറച്ചൊക്കെ തല്ല് ബുണ്ടുള്ള ഒരുത്തം, നന്നല്ല കുറച്ച് ഓന്റൊക്കെ കൂടി ആളെന്നെ. അല്ല പിന്നെ മുഹമ്മദ് നബി കുറെ അത്ഭുതം കാണിക്കുന്ന, അയാൾ നബിയാണെന്നതിന് അത്ഭുതം തന്നെ മതി. പക്ഷെ നിങ്ങൾ നബിയാണെന്നതിന് അത്ഭുതം തിപ്പോ
നിങ്ങൾക്ക് എന്താ അത്ഭുതം കാണിക്കാൻ കഴിയും? അപ്പൊ മുസ്ലിമത്തുൽ കദാബ് ചോദിച്ചു അത്ര, മുഹമ്മദ് എന്താ അത്ഭുതം കാണിച്ചേ? മുഹമ്മദ് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു. മഹാനായ സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൈ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് തടകി അതങ്ങ് നേരെയാക്കി. എത്ര സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്താക്കും? അപ്പൊ നിങ്ങൾ എന്നെ നോക്കി മുസ്ലിമത്തുൽ കദാബ് പറഞ്ഞോലോ, കണ്ണ് പൊട്ടിയ കണ്ണ് ഞാൻ നേരെയാക്കും, ഈ കണ്ണില്ലാത്ത കൊണ്ടുപോവാ. അങ്ങനെ ആ ഭാഗത്ത് ചുറ്റിയിട്ട് നോക്കിയിട്ടാകുമ്പോ ഏതോ ഒരു ബസ് സ്റ്റാൻഡ് സൈഡിൽ ചെങ്ങായി ഉണ്ട് കണ്ണാണത്തോ, അവന് മാത്രം ഒരു കണ്ണ് കാണുന്നു, നേരെ എന്ത് പ്രശ്നമില്ല, അവൻ പോകുന്നിടത്തെല്ലാം പോകുന്നു, വരുന്നിടത്തെല്ലാം വരികയും ചെയ്യും. അവന് കണ്ണ് പോയാലും വലിയ ബേജാറൊന്നുമില്ല, എന്തേ മറ്റേ കണ്ണുണ്ട്, പണിയെല്ലാം നടക്കും. അങ്ങനെ ഓനെയും കൂട്ടിക്കൊണ്ട് വന്ന് എന്തേ വലിയ ഒന്നാമത് ഓനിൽ കണ്ണ് കിട്ടും, രണ്ടാമത് ഈ ചങ്ങായി നബിയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കുകയും ചെയ്യാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ടൈമായ ആൾക്കാർ പോയല്ലേ, മൊബൈലെല്ലാം സൈലന്റ് ആയിക്കോളി, ആരും കോൾ എടുക്കുന്ന കണ്ടിപ്പോ. ഇത് മഹാന്മാരായ ഔലിയാക്കളെ സദസ്സാണ്, ഇൽമിന്റെ മജ്‌ലിസാണ്. ഏതായാലും സുബൈദ് പിടിച്ച് ഇത്രത്തോളം ഓൺലൈനും ഓഫ്ലൈനും അല്ലേ, ഒരു 5 മിനിറ്റ് ഒന്ന് സൈലന്റ് ലൈൻ ആയിക്കോട്ടെ. ഒരു അരമണിക്കൂറിന്റെ വിഷയമല്ലേ. ഒരു അർജന്റ് ഉണ്ടെങ്കിലും പുറത്തു പോകാൻ പാടില്ല. ഒരു അർജന്റ്, എന്ത് അർജന്റ് അള്ളാന്റെ ലോകത്ത്? നമ്മളെ അർജന്റ് എപ്പോ തീരാൻ? നമ്മൾ തിരക്ക് എപ്പോ തീരാൻ? നമ്മളെ ബിസി എപ്പോ തീരാൻ? പള്ളിപ്പറമ്പിലേക്ക് എത്തുന്നത് വരെ, മീസാൻ കല്ല് മൂടുന്നത് വരെ നിന്റെ തിരക്ക് തീരില്ല, നീ ഓഫ് ലൈനിലേക്ക് പോവില്ല. അതുകൊണ്ട് തിരക്ക് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തുക്കാൻ കണ്ട, ഉള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൂ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്തേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബേജാറായ? എനക്കതിൽ ബേജാറായില്ല, നിങ്ങൾക്ക് ബേജാറായി, നിങ്ങൾ എനക്കതിൽ ബേജാറായില്ല. എന്താ അത്ര വലിയ തിരക്കെന്ത് ഈ ദുനിയാവില്? എന്താക്കാനുണ്ട് നമുക്ക്? നല്ല കാര്യത്തിന് ഒരു ഇത്തിരി നേരം നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാ സമയം? അത് പറ, എന്തിനാണ് നമുക്ക് സമയം? ഇരിക്കട്ടെ, മുസൈലമത്തുൽ കദ്ദാബിന്റെ മുമ്പില് ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ അയാൾക്ക് കണ്ണ് കാണുന്നില്ല, നിങ്ങൾ നബിയാണ് പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ നേരമാ എന്ന് പറഞ്ഞപ്പോ മുസൈലമത്തുൽ കദ്ദാബ് എന്ത് ചെയ്തറിയാ? യെസ്, ഐ ആം റെഡി, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ, അവന്റെ തുപ്പുനീരെടുത്തിട്ട് ഒരു കണ്ണ് കാണാത്ത മനുഷ്യന്റെ കണ്ണിലേക്ക് അങ്ങ് തടകി കൊടുത്തപ്പോ ആ ചങ്ങായിന്റെ കണ്ണ് കാണുന്ന മറ്റേ കണ്ണും പൊട്ടിപ്പോയി. അതും പറഞ്ഞ ഒന്നുണ്ടായി, വലയിടത്തോളം ഒന്നുണ്ടായി. ഇപ്പൊ അതും പോയിട്ടാ ഈ വന്ന ഈ ഓയില്ലേ ഈ ചങ്ങായി, ഈ സംഖ്യ ഓന്റെ ആള് ഓന്റെ കേട്ടാല ആര് കൊണ്ടുവന്നവരിൽ കുറച്ച് നല്ലവരുണ്ടായി. ഓറ് കേട്ടോലോ അവനോട്, ഇപ്പൊ നിനക്ക് എന്തായാലും ഉറപ്പായില്ലേ, ഗ്യാരണ്ടി ആയില്ലേ ഈ ചങ്ങായി എന്തു അല്ല നബി അല്ലാന്ന് ഇപ്പൊ നിനക്ക് ഉറപ്പായില്ലേ? നിന്റെ കണ്ണു പോയില്ലേ? നിനക്ക് കണ്ണ് കിട്ടിയാ? നിനക്ക് ഇപ്പൊ ഗ്യാരണ്ടി ആയില്ലേ ഓൻ പ്രവാചകനല്ല കള്ളനാണെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യായില്ലേ എന്ന് ചോദിച്ചിട്ടാ ആ ചങ്ങായി പറഞ്ഞെന്തറിയോ? അല്ല, എനക്കവൻ നബിന്ന് ഇപ്പൊ ഗ്യാരണ്ടി ആയ, കണ്ണില്ലാത്ത കണ്ണിനെ തട്ടിച്ചിട്ടാകുമ്പോ ഉള്ള കണ്ണു പോയി എന്നത് ചെറിയ വിഷയ, അത് വലിയ മുജിതത്തല്ല, അത് വലിയ മുജിതത്താണ്. അപ്പൊ എനിക്കിപ്പോ എന്താ കണ്ട എങ്ങനെങ്കിലും ആളുണ്ട്, അതാണ് അത്ഭുതോ. ഞമ്മെല്ലാം ജയിച്ചിട്ട് പോയതാണ്, ഞമ്മെല്ലാം രക്ഷപ്പെട്ടാണ്. കുറച്ച് ആൾക്കാർ ഇപ്പോഴും വെക്കുന്നുണ്ടോ? എല്ലാരും വെക്കുന്നുണ്ടോ? നല്ലതാണോ വെടക്കാണോ, ഞങ്ങൾ നേരിലേക്ക് കൊണ്ടുപോകുന്നതാണോ, എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലേ, ഇതൊന്നും നോക്കാനില്ല. ഇഷ്ടം ആൾക്കാർ അങ്ങനെ കൂടിക്കോളും. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാ. പരീക്ഷണ ലോകത്ത് മഹാന്മാരെ കൈവിടണ്ട, പരീക്ഷണ കാലത്ത് മഹാന്മാരെ മറക്കണ്ട, പരീക്ഷണ കാലത്ത് അല്ലാഹുവിനെ പ്രാകണ്ട, പരീക്ഷണ കാലത്ത് ദിക്ർ ഒഴിവാക്കണ്ട. പരീക്ഷണങ്ങൾ പുത്തിരിയല്ല, പരീക്ഷണങ്ങൾ പുതുമയല്ല, പരീക്ഷണങ്ങൾ സാധാരണയാണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, യാ ഇമ്രാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ മഹാനുഭാവൻ പറഞ്ഞു, നബിയേ സഹിക്കുന്നില്ല നബിയേ, വല്ലാത്ത വേദനയാണ്, കലശലായ കടച്ചലാണ്, അങ്ങ് ദ്വാരക്കുമോ നബിയേ? എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണോ, എന്റെ രോഗമൊന്നു മാറാൻ, ഈ ക്ഷീണമൊന്നു മാറാൻ, പൂർവോപരി ആരോഗ്യവാനാകാൻ നബിയെ തങ്ങളൊന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇമ്രാൻ ഇൻ ശിഅത ലദഅഉതു വഇൻ ശിഅത ലതറക്തു. ഇമ്രാനെ, നിന്റെ ആശ പോലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ദുആരക്കാം, നിന്റെ രോഗം ഇപ്പൊ സുഖാവോ, അതല്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ദുആ ഒഴിവാക്കാ ദുആരക്കുന്നില്ല. എന്തറിയോ കാരണം? ഞാനെങ്ങാനും ദുആരന്നിട്ട് നിന്റെ രോഗമങ്ങ് മാറിയാൽ നീതായി കിടത്തിത്തിരായിരിക്കുന്ന സമയം, രോഗിയായി പനി പിടിച്ച് വേദനിച്ച് ക്ഷീണിച്ച് രോഗിയായി കിടക്കുന്ന ഈ സമയം നിന്റെ അടുക്കലേക്ക് മലായികത്ത് വരുന്നു. ആ
ആയിരക്കണക്കിന് മാലാകമാർ നിന്റെ കൈ മുസാഫാത്ത് ചെയ്യുന്നത് ഞാൻ കാണുന്നു. അത് രോഗികൾക്കുള്ള പ്രത്യേകതയാണ്. അവരുടെ മുമ്പിലേക്ക് മാലാകമാരുടെ ആഗമനമുണ്ട്. അവരെ മാലാകമാർ ആലിംഗനം ചെയ്യുന്നുണ്ട്. അവരെ മാലാകമാർ ഹസ്തദാനം നടത്തുന്നുണ്ട്. ഞാനിത് മാറുന്നിട്ട് നിന്റെ രോഗം മാറിയാൽ പിന്നെ മലായികത്തീങ്ങളെ മുസാഫാത്ത് ചെയ്യാൻ വരില്ല, നിന്റെ അടുക്കൽ അവർ ഉണ്ടാവില്ല എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളോട് പറഞ്ഞപ്പോ മഹാന് പറഞ്ഞു, നബിയേ, എന്നാൽ ദുആരെ കണ്ട നബിയേ, വേദന സഹിച്ചോളാം നബിയേ, ക്ഷമിച്ചോളാം നബിയേ. മഹാൻ ക്ഷമിച്ചോ, നബി തങ്ങൾ ദുആരുന്നില്ല. മഹാൻ രോഗിയായി 10-18 കൊല്ലത്തോളം രോഗിയായി അവസാനം മഹാൻ വളരെ വളരെ വേദന സഹിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു വന്നത് പരീക്ഷണകാലത്ത്, പരീക്ഷണ ലോകത്ത്, ഈ ഭൗതിക ലോകത്ത് എത്ര കണ്ട് കഷ്ടപ്പാട്, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും അവിടെ അള്ളാനെ കൈവിടണ്ട, മഹാന്മാരെ കൈവിടണ്ട, ബദരീങ്ങളെ കൈവിടണ്ട, ശംസുലുലമാനെ കൈവിടണ്ട. ആരാണ് ആ മഹാന്മാർ? ആരാണ് ബദരീങ്ങൾ? ഒരു നാൾ ജിബ്രീൽ ഓതി നബിയോട്, ഉങ്കൾ വിചാരം അവരെ കൊണ്ടെന്താമേ. പൊന്നാര നബിയെ, ബദരീങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ബദരീങ്ങളാകുന്ന സഹാബികൾ അവരാരാ നബിയെ? അവരുടെ മഹത്വം എന്ത് നബിയെ? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ഈ ലോകം കണ്ട നമ്പർ 1 മുഅ്മിനീങ്ങളാണ്. നബിമാർ കഴിഞ്ഞാൽ, പ്രവാചക മക്കൾ കഴിഞ്ഞാൽ അള്ളാന്റെ ലോകത്ത് അള്ളയേറെ ആദരിച്ച മഹാന്മാരാണ് ബദരീങ്ങളാകുന്ന 300 ചില്ലാനം പേർ. 313 അല്ലെങ്കിൽ 360 ചില്ലാൻ. ഉസ്താദെ 360? അത് പുതിയ കണക്കല്ലേ? പുതിയ കണക്കൊന്നും അല്ല. ബദരീങ്ങൾ 313 അല്ല. എന്റെ കൂടെ ഉണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. وعلموا أمة سيدنا محمد، وعلموا أمة سيدنا محمد، وعلموا أمة سيدنا محمد. ബദരീങ്ങൾ 313 അല്ല. പെണ്ണുങ്ങേടല്ലേ ഏ സൈഡില്? ഇതിന്റെ അപ്പുറം അവിടെ നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് കിടാക്കള സൗണ്ടും കേൾക്കുന്നത്. സാരമില്ല, കിടാക്ക കളിക്കും ചിരിക്കും കൂറ്റും കോച്ചെല്ലാം ആക്കും, സാധാരണയാണ്. അതിന്റെ ബേജാറൊന്നുമില്ല. പക്ഷേ നല്ലവരായ വലിയവരായ ഉമ്മപെങ്ങന്മാർക്ക് വേല കേൾക്കാൻ അതൊരു ബുദ്ധിമുട്ടാവും. അവർക്ക് ആമീൻ പറയാൻ ബുദ്ധിമുട്ടാവും. ഞമ്മയുടെ പറയുന്നത് അവർക്ക് കേൾക്കാതെ കണ്ടുവരും. അപ്പൊ നിങ്ങളെ കിടാക്കളെ സൗണ്ടും കൂറ്റാക്കുന്ന കിടാക്കളെ ആ നല്ല പെണ്ണുങ്ങ ശപിക്കും. നല്ല പെണ്ണുങ്ങ ശപിക്കും. അറിയാതെ കണ്ട് പ്രാകും. എന്ത് ഹാലാക്കൊക്കെ മാറി പിടിച്ച കിടാക്ക ഷാന്റെ കിടാക്ക ഓർന്ന് വന്ന് നമ്മളുടെ ഇടയിൽ അങ്ങനെ പറ. അങ്ങനെ പ്രാഗ് കേൾക്കാൻ പാടില്ല. പ്രാഗ് കേൾക്കുക, പ്രാഗ് അനുഭവിക്കേണ്ടി വരിക, അത് പിന്നീട് സിഹറായി മാറുമെന്ന് തൽസമാത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കാണും. മനസ്സിലാന്നെങ്കിൽ തിരുന്നാ ഒരു മനുഷ്യൻ എന്താ ഈ പ്രാഗിന് എന്താ പറയുന്നത്? അങ്ങനല്ലേ അല്ലേ? നിങ്ങൾ തീർന്നേ ഈ നമ്മളെ ഓരോ നിങ്ങളുടെ ഒരുത്ത ബൈക്കിൽ പോകുമ്പോ അതൊരു പ്രാഗാണ്. അത് പിന്നെ ഒരു അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കും. മാത്രമല്ല പ്രാഗ് അങ്ങനെ കൂടി കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അത് പിന്നെ സിഹറായി മാറും. നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണത്. ചില മനുഷ്യന്മാരെ ബായല്ലോ, നമ്മൾ എപ്പോഴും മനുഷ്യന്മാരെ ബായി നല്ല കേൾപ്പിക്കാൻ പാടില്ല. നമ്മൾ നല്ലത് കേൾപ്പിക്കണോ? നമ്മൾ നല്ലത് കേൾപ്പിച്ചിട്ടേ ഇല്ല. നമ്മൾ ആരെ വായിന്ന് നല്ലത് കേൾപ്പിച്ചിന് നോക്കാതില്ല. ഒരു കെട്ട് ക്ഷീണം കൊണ്ടുപോകുന്നതിനെ പറ്റി ഞാൻ എന്ത് ചെയ്യല്ലേ? പാപ്പ അൽഹംദുലില്ലാ സന്തോഷം, ഒരു കെട്ട് ക്ഷീണം കിട്ടിയല്ലോ, പോയാ അൽഹംദുലില്ലാ റാഹത്താ കെട്ട്. അങ്ങനെ ചെല്ലിയതാ? അന്ന് മുന്നേ മീക്കൊണ്ട് പോയാ അങ്ങനെ ചെല്ലിയതാ? ഞാൻ ചെയ്യില്ലേ? 3 കെട്ടുണ്ടെങ്കിൽ